വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ വെറൈറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 വറ്റൽമുളകുണ്ട്. പിന്നെ അതുപോലെ ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇതിലേക്ക് 3 ചെറിയ കഷ്ണം ഇഞ്ചി, 4 കാന്താരി മുളക് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആഡ് ചെയ്താൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചൂര മീനാണ്, അതായത് ട്യൂണ ഫിഷ്. അപ്പോൾ അതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാന്താരി മുളകും വറ്റൽമുളകും ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നില്ല, അതിന് പകരം കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചൂര ഫിഷ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ചൂര മീനിന് വളരെയധികം ടേസ്റ്റാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീൻ കൂടിയാണ് ഈ ചൂര ഫിഷ്. മാത്രമല്ല നമ്മുടെ മാർക്കറ്റുകളിൽ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ക്യാൻഡ് ട്യൂണ ഫിഷ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കുകയാണെങ്കിലും അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയും കുബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഈ ട്യൂണ ഫിഷ് കൊണ്ട് തയ്യാറാക്കുന്ന മസാല. അപ്പോൾ നമ്മുടെ ചുരമീൻ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാലയൊക്കെ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. മീനൊക്കെ ഞാൻ ഒന്ന് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം ഞാനിവിടെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ എണ്ണയിൽ കിടന്നിട്ട് ഒരു സൈഡൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായപ്പോഴേക്കും നമ്മുടെ ഈ ഫിഷിലുള്ള നെയ്യൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ പതിയെ നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ പീസസ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഫിഷൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ തന്നെ കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഈ ചൂടോടെ തന്നെ ഒരു സർവിങ് ഡിഷിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.